ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ എണീറ്റ് ഇസുനെ മദ്രസക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇനി എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഗോതമ്പാട്ടോ, ഗോതമ്പും ചെറുപയറും പിന്നെ അതിക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഗോതമ്പും ചോറായിട്ട്, അഥവാ എനിക്കിത് ഇഷ്ടമാട്ടോ. പിന്നെ ഇസുനും ആർക്കും ഇത് കൂടുതലായിട്ട് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടമാണ്. പിന്നെ നല്ലതും ആണല്ലോ, അപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കലുണ്ട്. ഗോതമ്പ് ചെറുപയറും കുക്കറിൽ വെച്ചതിന് ശേഷം ഞാനത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കട്ട് ചെയ്യാം. എനിക്കിത് എപ്പം മുതലാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ ഇസുവിന് പ്രസവിച്ചെടുക്കുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തന്നിരുന്നു. അന്ന് തൊട്ട് ഇന്നേ വരെ എനിക്കിത് ഇഷ്ടമാട്ടോ. അതിക്ക് ഇതേപോലെ ചെറുപയറും വേണം, പിന്നെ അതേപോലെ തേങ്ങയും പഞ്ചസാരയും അത്യാവശ്യം വേണം, നല്ലുള്ളതിൻ്റെ ടേസ്റ്റ് കിട്ടുക. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞ് ഇസുവിനെ മദ്രസക്ക് പറഞ്ഞയച്ച് പിന്നെ ഞാൻ വേഗം പോയിട്ട് തിരുമ്പിട്ടോ. ഇന്ന് കറണ്ട് ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വേഗം തിരുമ്പല്ലതൊന്ന് തിരുമ്പിടുകയാണ്. പിന്നെ കറണ്ട് ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ മോട്ടർ അടിച്ച സമയത്ത് വേഗം പോയിട്ട് തിരുമ്പാൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് കൂടി ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ പറയണ്ടല്ലോ, ഫോണിലാണെന്നുണ്ടെങ്കിൽ ചാർജും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇന്ന് 4 മണി സമയത്ത് ഞങ്ങളടുത്തുള്ള കൊടുത്തിമലയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിക്കണേ നമുക്ക് പോകണം. ഇന്നാളെ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഇന്നെന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണേന്. അപ്പോൾ അതിന് വേഗം പണികളൊക്കെ ഒരുക്കണമെന്ന്. കാര്യമായിട്ട് ഉച്ചക്ക് ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ചിക്കനിൽ ലേസ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ പപ്പടം, കോഴിമുട്ട പൊരിച്ചട്ടോ. തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം കറണ്ട് പോയിട്ടോ. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ തന്നെ ഫോണിൽ ചാർജും കുറവായി. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ എന്നോട് പറഞ്ഞു വേഗം നമുക്ക് പോവാം, എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ കറണ്ട് ഇനി 5 മണിയാവും വരുമ്പത്തേനെന്ന് പറഞ്ഞു. ഇവിടെ എന്തോ ഇതിൻ്റെ ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 5 മണിക്കുള്ളിൽ വരിക എന്നുള്ളത് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയിട്ടോ. പിന്നെ അവിടെ ഫോണൊക്കെ ചാർജ് ആക്കിയതിന് ശേഷം ഇമ്മാനി അനിയത്തിനും കൂട്ടി ഞങ്ങൾ പോയി. ഇമ്മ പോരുന്നില്ല, ഈ ചൂടത്ത് ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു ഇമ്മ പോര് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. മിന്നുവിനെ എന്തെങ്കിലും കൊണ്ടുപോകണം വിചാരിച്ചിരുന്നു. പക്ഷേ ഇമ്മ കുറേ പോരുന്നില്ല പറഞ്ഞു. പക്ഷേ ഞാൻ പോന്നേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ പോകുന്നു. നമുക്ക് ഇഷ്ടമല്ല, കാരണം ഒന്നാമത് ഈ ചൂടും കാര്യങ്ങളും നമുക്ക് ചൂട് തീരെ സഹിച്ചനില്ല. പിന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരു സമയത്ത് ഞങ്ങൾ പോണ സമയത്ത് ഇപ്പോൾ ഈ യാത്ര കാണുന്ന സമയത്ത് ഞാനും കുട്ടികളും ഒരുമിച്ച് സ്കൂട്ടിയിൽ പോയതാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. എത്രത്തോളം ഞാൻ അത്രയും ധൈര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ അതത്ര സേഫ് അല്ല കുട്ടികളെ വെച്ചിട്ട് എന്നുള്ളത്. ഇപ്പോൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഞാനന്ന് ചെയ്തത് ഒരു വട്ടം ചെയ്തു, ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല, കുട്ടികളെ കൊണ്ട് അവിടെ പോകില്ല എന്നുള്ളത് തീരുമാനിച്ചു കേട്ടോ. അത് തുറന്നിക്കണോ? അതാ നമുക്ക് വേറെ പോയി പോരും. അവിടെയാണ് ഇത്. ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം 5 മണിൻ്റെ മുന്നേ എത്തിക്കണം കേട്ടോ. അന്നേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ 6 മണിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരണം എന്നല്ല അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം നടക്കാണ്ട്. അപ്പോൾ 2 കുപ്പി വെള്ളമൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളമൊക്കെ ഞങ്ങൾ മേടിച്ചു, പക്ഷെ ഒരു കുപ്പിയുള്ള മേടിച്ചു. അപ്പോൾ നമുക്ക് ഒറ്റക്ക് നടക്കാൻ തന്നെ പാടാണ്. അപ്പോൾ വെള്ളക്കുപ്പിയൊക്കെ പിടിച്ച് പോകുക പറയുമ്പോൾ അപ്പോൾ പിന്നെ ഒരു കുപ്പി പോയിട്ട് മേടിച്ചത്. പക്ഷെ അത് നല്ല അബദ്ധമായി. ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പറയുന്നുണ്ട് ഞാനിവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉമ്മക്ക് തീരെ താല്പര്യമില്ല പോരാൻ. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഇപ്പോൾ ഈ പോണത് കേട്ടോ. ഞങ്ങൾ കുറച്ചുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ കയറിയിട്ട് ആ ഒരു സമയത്ത് തന്നെ നല്ല കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്നും സംസാരിക്കാൻ തീരെ വീക്കുന്നുണ്ടായിരുന്നില്ല.
മിന്നും പിന്നെ ഹെസ്മോളും നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാനും ഒരുമിച്ച് അങ്ങനെ നടന്നു, ജൂനും ഈസും ഒരുമിച്ച് അങ്ങനെ നടന്നു കേട്ടോ. പക്ഷേ ഉമ്മക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അമ്മ പറഞ്ഞു ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിൽക്കാൻ ഞാനില്ല എന്നൊക്കെ. പക്ഷെ അമ്മക്ക് എന്താ അറിയോ, ഞാൻ വിചാരിച്ചു ഉമ്മക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണെന്ന്. പക്ഷെ ഉമ്മക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ടല്ല, ഉമ്മക്ക് വല്ല ജന്തുക്കളും വരും വിചാരിച്ചിട്ട്, വല്ല പുലി കാര്യങ്ങളൊക്കെ വരും വിചാരിച്ചിട്ട് ഉമ്മ ടെൻഷൻ അടിച്ചിരിക്കണം നല്ലോണം. സത്യം പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇപ്പം ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ മുകളിൽ എന്താണെന്നുള്ളത് എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നിരപ്പായ പാറ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ പാറ ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ കുറേ നല്ല വീതി നീളമൊക്കെ ഉള്ള ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് അവിടെ എത്തിയിട്ട് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇരിക്കാനൊക്കെ ചെറിയ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ തിരിച്ച് 6 മണിക്ക് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടുതൽ നമുക്ക് നടന്നെത്തിക്കഴിഞ്ഞാലും ഇല്ലെങ്കിലും 6 മണിക്ക് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ പോകും? അപ്പോൾ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നടക്കണം എന്തിനാ? അവിടെ പോയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ, അതിൻ്റെ താഴേക്കുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൻ്റെ ഇടയിൽ ജുനു പിന്നെ എന്നെയും കൊണ്ട് പറ്റണില്ല, ഞാനിവിടെ ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞു. അതിൽ ഇസും പറഞ്ഞു ഞാനും ഇല്ല പറഞ്ഞു. രണ്ടാളും നല്ല ക്ഷീണിച്ചിക്ക. പക്ഷെ ഞാനൊക്കെ അതേപോലെ ക്ഷീണിച്ചിരുന്നു. ഒരു സ്റ്റെപ്പ് നടക്കാൻ കാലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി കുറച്ച് നടന്നപ്പോൾ തന്നെ. പക്ഷേ മിന്നും ഹെസമോളും നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇമ്മാക്ക് ഓല പിന്നാലെ പോകണം, കാരണം ഓല ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഇമ്മ അങ്ങനെ ഓലപ്പോൾ അങ്ങനെ പോകും. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നു. അതിൽ ജുനു ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓല അവിടെ നിന്ന്. അതിൽ ഞാൻ ഇമ്മാൻ്റെയും ഒപ്പം അങ്ങനെ പോയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഈസോ വാവയെ പിന്നെ കാണാൻ പറ്റില്ല ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ ഒരു ഷോർട്ട് വൈ ആയിട്ട് ഒരു ഒരു പാറൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി ഞങ്ങൾ. എന്നിട്ട് പിന്നെ കുറച്ച് അങ്ങനെ റോട്ടിലേക്ക് എത്തി. അങ്ങനെയൊക്കെ കുറേ വേഗത്താൻ വേണ്ടി കുറേ നോക്കി. ഇങ്ങനെ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പാറൻ്റെ മുകളിൽ കൂടെ കേട്ടോ. പക്ഷേ അമ്മയാണ് പറയുന്നത് ഹെസമുള്ള താഴത്ത് വെക്കിനെ അടുത്തോളാന്നൊക്കെ. അതൊന്നും ഉമ്മ കേൾക്കണില്ല. അമ്മ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിയാൽ മതി, പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്ന കിട്ടിയാൽ മതി വിചാരിച്ചിട്ട് ഉമ്മ പാവം കുറേ കഷ്ടപ്പെട്ടിട്ട് അമ്മ ഞാൻ കുറേ ചീത്ത അറിയുന്നുണ്ട്. പിന്നെ ജുനുവിൻ്റെ അടുത്ത് നിന്ന് ഈസു ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. പിന്നെ കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ ജുനു ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഈസു ഇവിടെ വന്നിട്ടില്ല പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇമ്മല്ലേ ഉള്ളൂ ഞങ്ങളൊപ്പം, ആർക്കെങ്കിലും വല്ല തലകറക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ട് ജുനുവിനെ വന്നു ഞങ്ങളുടെ അടുത്തേക്ക്. ഒരാവേശത്തിൽ അങ്ങനെ ഞങ്ങൾ ഈ പാറ അഥവാ ഈ പാറ നല്ല കുത്തനുള്ളതാട്ടോ. അപ്പോൾ അത് കയറാൻ നല്ല റിസ്ക്കാണ്. ഞാൻ പറഞ്ഞു ജുനോട് ചെരുപ്പൊക്കെ ഊരിയിട്ട് കയറിക്കോ, ചിലപ്പോൾ വീഴും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓലൊക്കെ കൂളായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ കയറിട്ടോ. പക്ഷെ എനിക്ക് ചെരുപ്പ് ഊരേണ്ടി വന്നു, കാരണം എനിക്ക് പറ്റിയില്ല അത് കയറാൻ. എന്നാൽ അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളൊരു ഇതായി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായിട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഇത് ലാസ്റ്റ് ഈ ഒരു സംഭവമാണ് കാണാനുള്ളത് എന്നുള്ളത് മനസ്സിലായത് എനിക്ക്. ഇവിടെ എത്തുന്ന വരെ എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിന്നെ അതേപോലെ എന്തായാലും ഇപ്പോൾ പിന്നെ ഒന്നുമില്ല. ഞാൻ അപ്പുറത്ത് പോകാൻ വിചാരിച്ചു, അഥവാ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ. അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിൽ കൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ കൂടെയൊക്കെ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ടാണ്. ഈ ഒരു പരിസരം മാത്രമേ ഉള്ളൂ കാണാൻ പറ്റണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് സംഭവം. അങ്ങനെ നമ്മൾ ക്ഷീണിച്ച് വന്ന് ഇവിടെ ഒന്ന് വിശ്രമിച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ഷീണമൊക്കെ മാറും, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ കാണാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നും കേട്ടോ. കുറച്ച് നേരം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ നല്ല കാറ്റും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്ന ക്ഷീണമൊക്കെ ഈ കാറ്റിലങ്ങോട്ട് ഇല്ലാതാവും. ഇവിടെ ഞങ്ങൾക്കൊരു 1/4 മണിക്കൂറുള്ളൂ, അഥവാ 15 മിനിറ്റുള്ളൂ നിൽക്കാൻ പറ്റിയത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവിടുന്ന് ഒരാൾ വന്നിട്ട് സമയിക്കണ് ഇറങ്ങിക്കോളി. ഞങ്ങൾ വന്ന് ഒരു അത്ര കൂടുതലൊന്നും ഒരു ഫോട്ടോ വീഡിയോസ് മാത്രം എടുത്തൊന്ന് വിശ്രമിച്ചുള്ള സമയം കൂടി ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള തെറ്റാണ്, കുറച്ച് മുന്നേ വരണമായിരുന്നു. ഞങ്ങൾ 5 മണിക്കാണ്, 5 മണിൻ്റെ ഏകദേശമായിട്ടാണ് ഞങ്ങൾ എത്തിയത് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ എല്ലാവരും അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ കുറേ വർഷത്തെ ഒരു ആഗ്രഹം അത് കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ എന്തായാലും എനിക്കിഷ്ടമായി, കാരണം ഇത്രയും റിസ്ക് എടുത്ത് അവിടെ പോയി പിന്നെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ താഴെയുള്ള കാണാൻ പറ്റി. അതേപോലെ കാറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും കിട്ടി. അപ്പോൾ എന്തായാലും
എനിക്കെന്തായാലും ഇഷ്ടമായി. പക്ഷേ എൻ്റെ അമ്മ നല്ല ക്ഷീണിച്ചു. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും വിചാരിക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.